ഹലോ. സൈക്കാട്രിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, കൗൺസിലർ, ഇതൊക്കെ നമ്മൾ ഡെയിലി ഒരുപാട് കേൾക്കുന്ന വാക്കുകളാണ്. ഇതൊക്കെ എന്താണ്? ഇവരൊക്കെ ആരാണ്? ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഇന്നത്തെ വീഡിയോ. ഹലോ, മൈ നെയിം ഇസ് ആതിര ജാനകി. ഐ എം എ സൈക്കോളജിസ്റ്റ് ആൻഡ് എ മെന്റൽ ഹെൽത്ത് എഡ്യൂക്കേറ്റർ. വെൽക്കം ടു ദ വീഡിയോ. മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നതിന് മുന്നേ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട രണ്ട് വാക്കുകളാണ് മാനസിക രോഗവും മാനസിക ആരോഗ്യവും. മാനസിക രോഗം അഥവാ മെന്റൽ ഡിസോർഡർ. എന്താണ് മാനസിക രോഗം? മനസ്സിനെ ബാധിക്കുന്ന ഒരു രോഗം, അതായത് ലക്ഷണങ്ങൾ, രോഗത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്ന ഒരവസ്ഥ. അതായത് നമുക്ക് അസുഖമാണ്, നമ്മൾ ഒരു രോഗിയാണ്, അതിനെ നമ്മൾ ചികിത്സിച്ച് മാറ്റണം. അങ്ങനെ ഒരു അവസ്ഥയാണ് നമ്മൾ രോഗം എന്ന് പറയുന്നത്. ഡിപ്രഷൻ, ആൻസൈറ്റി, സ്കിസോഫ്രീനിയ, ബൈപോളാർ ഡിസോർഡർ, അങ്ങനെ ഒരുപാട് രോഗങ്ങളുണ്ട്. എന്താണ് മാനസിക ആരോഗ്യം? മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് മാനസിക രോഗങ്ങൾ ഇല്ലാത്ത അവസ്ഥ മാത്രമല്ല. ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിച്ചിരിക്കുന്നത് മാനസികവും ശാരീരികവും സാമൂഹികവുമായ സ്വാസ്ഥ്യം എന്നാണ്. അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു സാമൂഹികമായിട്ടും കൃത്യമായിട്ട് ഫങ്ഷനിങ് ചെയ്യുന്ന ഒരാളെ മാത്രമേ നമ്മൾ ആരോഗ്യമുള്ള ഒരാൾ എന്ന് പറയുള്ളൂ. പലപ്പോഴും നമുക്ക് രോഗങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ ആരോഗ്യമുള്ള ആളായിരിക്കണം എന്നില്ല. പലപ്പോഴും നമ്മുടെ ഏതെങ്കിലും ചില ആസ്പെക്റ്റില്, സോഷ്യൽ ആസ്പെക്റ്റിലോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ വെൽബീയിങ്ങിലോ ഒക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാം. അപ്പോഴാണ് നമ്മൾ കൗൺസിലേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്നത്. മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ആരൊക്കെയാണ്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ അവരെ കൺസൾട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. സൈക്യാട്രിസ്റ്റ്, MBBS പ്ലസ് MD ഇൻ സൈക്യാട്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണ് സൈക്യാട്രിസ്റ്റ്. അവര് ഡോക്ടർമാരാണ്. അവര് മാനസിക രോഗങ്ങളെയാണ് ചികിത്സിക്കുന്നത്. ഗുളിക കൊടുത്ത് മാനസിക രോഗത്തെ ചികിത്സിക്കുന്ന ആളുകളാണ് സൈക്യാട്രിസ്റ്റ്. അപ്പൊ നിങ്ങൾക്കൊരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ, നിങ്ങളൊരു ആൽക്കഹോളിക് ആണ്, നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യേണ്ടത് ഒരു സൈക്യാട്രിസ്റ്റിനെയാണ്. നിങ്ങൾക്കൊരു മാനസിക രോഗമാണുള്ളതെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യേണ്ടത് ഒരു സൈക്യാട്രിസ്റ്റിനെയാണ്. രണ്ടാമത്തെ ആളുകളാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. MSc സൈക്കോളജി പ്ലസ് MPhil ക്ലിനിക്കൽ സൈക്കോളജി ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. അവർക്ക് RCIയുടെ, അതായത് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷൻ ഉള്ള ആളുകളാണ്. അവര് ക്ലിനിക്കിലും ഹോസ്പിറ്റൽസിലും ഒക്കെ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണ്. ലീഗൽ ഡോക്യുമെന്റ്സിലൊക്കെ സൈൻ ചെയ്യുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ രോഗങ്ങളുടെ, മെന്റൽ ഡിസോർഡേഴ്സിന്റെ അസസ്മെന്റ്, ഡയഗ്നോസിസ്, അതുപോലെ കൗൺസിലിംഗ്, സൈക്കോതെറപ്പി, ഇത്തരം കാര്യങ്ങളാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഒരിക്കലും ഗുളിക തരില്ല, അല്ലെങ്കിൽ മരുന്ന് കൊടുത്ത് രോഗങ്ങളെ ചികിത്സിക്കില്ല. മൂന്നാമത്തെ ആളുകളാണ് സൈക്കോളജിസ്റ്റ്. സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് ഡിഗ്രി സൈക്കോളജി, അതുപോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ സൈക്കോളജി ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണ്. അതിൽ തന്നെ ഒരുപാട് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. കൗൺസിലിംഗ് സൈക്കോളജി, ഹെൽത്ത് സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, സ്പോർട്സ് സൈക്കോളജി, ഓർഗനൈസേഷണൽ ബിഹേവിയർ, അങ്ങനെ ഒരുപാട് സ്പെഷ്യലൈസേഷൻ PG ലെവലിൽ ഉണ്ട്. ഇതിൽ ഏത് കഴിഞ്ഞ ആളുകളും സൈക്കോളജിസ്റ്റ് തന്നെയാണ്. ഇവർ സാധാരണയായിട്ട് ചെയ്യുന്നത് കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറപ്പിയാണ്. അപ്പോ നമുക്കൊരു രോഗമില്ല, പക്ഷെ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട്, ചില പ്രത്യേക സന്ദർഭങ്ങൾ കൊണ്ട് എനിക്ക് മാനസിക ആരോഗ്യമില്ല, ചില അസ്വസ്ഥതകളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൃത്യമായിട്ട് ഉറക്കം കിട്ടുന്നില്ല, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പല ആകുലതകളുണ്ട്, എനിക്ക് പല പേടികളുണ്ട്, എൻ്റെ ലൈഫിൽ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ്, ഇപ്പൊ എന്ത് തീരുമാനിക്കണം, എന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ക്ലാരിറ്റി ഇല്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ അപ്രോച്ച് ചെയ്യേണ്ടത് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെയാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഈ MSc സൈക്കോളജി ഒന്നും ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത 6 മാസത്തെയോ 1 മാസത്തെയോ ഒക്കെ ഡിപ്ലോമ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ കഴിഞ്ഞിട്ടുള്ള പല ആളുകളും കൗൺസിലിംഗ് രംഗത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന, ഉപദേശിച്ച ആളുകളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കൗൺസിലിംഗ് എന്നുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെ
കൺസൾട്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നേ അയാളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അയാൾ എവിടെ നിന്നാണ് ഈ കോഴ്സ് കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തുക. കാരണം നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ മാനസിക പ്രശ്നങ്ങളെ അല്ലെങ്കിൽ മാനസിക അസ്വസ്ഥതകളെ നമ്മൾ പരിഗണിക്കുന്നതും അതിനു വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് എടുക്കുന്നതും. അപ്പോൾ ഓരോരുത്തരും പറഞ്ഞ വാക്കുകൾ നമ്മളെ പല രീതിയിൽ ബാധിക്കാം. അപ്പോൾ ഒരാളുടെ ഉപദേശം അല്ലെങ്കിൽ ഒരാളുടെ കൗൺസിലിംഗ് നമുക്ക് ശരിയായിട്ടില്ലെങ്കിൽ അത് എപ്പോഴും ഉള്ള ഒരു മുറിവായിട്ട് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ കിടക്കാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കൃത്യമായിട്ട് അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അവർ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അവർ ക്വാളിഫൈഡ് ആയിട്ടുള്ളത്, അതുപോലെ അവർക്ക് എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത ആളുകളാണ് സോഷ്യൽ വർക്കേഴ്സ്, MSW, അതായത് മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക്. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് സോഷ്യൽ വർക്കേഴ്സ്. അവര് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് കൗൺസിലിംഗ് എന്നുള്ളതിനേക്കാളും അവർ ഫോക്കസ് ചെയ്യുന്നത് ഒരു കമ്മ്യൂണിറ്റിയിലാണ്. മാനസിക അസുഖങ്ങൾ അല്ലെങ്കിൽ മാനസിക അസ്വാസ്ഥ്യങ്ങൾ വരാതെ എങ്ങനെ ഒരു കമ്മ്യൂണിറ്റീനെ പ്രൊട്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ലെവലിൽ എന്ത് ഇന്റർവെൻഷൻസ് കൊടുക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് സോഷ്യൽ വർക്കേഴ്സ് കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത്. ഇനി സോഷ്യൽ വർക്കിൽ തന്നെ സൈക്യാട്രിക് സോഷ്യൽ വർക്ക് കഴിഞ്ഞിട്ടുള്ള ആളുകൾ, സ്പെഷ്യലൈസേഷൻ ഉള്ള ആളുകൾ സൈക്യാട്രിക് ഹോസ്പിറ്റൽസിൽ അതുപോലെ മെന്റൽ ഹെൽത്ത് സെന്റേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നഴ്സിംഗിലും സൈക്യാട്രിക് നേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഇവരാണ് കൂടുതലായിട്ടും മാനസിക ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.